അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നജീബായുടെ വണ്ടി. നജീബായി നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്ത് നേരെ നമ്മുടെ കയ്യിൽ തന്ന് നേരെ ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ട് ആൾ റിട്ടേൺ വന്ന് എയർപോർട്ടിൽ ഇന്ന് തന്നെയാണ് എത്തിയത്, എയർപോർട്ടിൽ എത്തിയത്. അതിനുശേഷം വീട്ടിലേക്ക് പോയിട്ട് നേരെ നമ്മുടെ അവിടെ വണ്ടി എടുക്കാനായിട്ട് ഇന്ന് വരും ഡെലിവറിക്ക്. അപ്പോൾ എന്തായാലും എത്തുമ്പോൾ ഒരു 8 മണി 7 മണിയൊക്കെ ആകും വരുമ്പോൾ. അതിനുള്ളിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതിന് ഗ്രീൻ കളർ തന്നെ ആയിരുന്നു, പക്ഷേ നമ്മൾ ബോഡി ഷേപ്പൊക്കെ എടുത്ത് ബോഡി ലൈനൊക്കെ ഔട്ടായിരുന്നു. ബോഡി ലൈനൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം പാത്തുവിൻ്റെ അതേ സെയിം ഏതാണോ ലുക്ക് ആ ലുക്കിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെല്ലാ വണ്ടിയും ആ ഒരു ലുക്കിലേക്ക് തന്നെയാണ് എല്ലാ വണ്ടിയും കൊണ്ടുവരുന്നത്. നമ്മൾ ഇട്ട പാർട്സുകളും എല്ലാം ഒറിജിനൽ പാർട്സാണ്. ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഹെഡ്ലൈറ്റോ ലുമാക്സ് ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒറിജിനൽ പാർട്സ് ഇട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ടൊയോട്ടയുടെ ലോഗോ കസ്റ്റമർ കൊണ്ടുവരും. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടാണ് ഇപ്പോൾ, സാധനം കിട്ടാനില്ല. അപ്പോൾ അത് കസ്റ്റമർ തന്നെ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ ലോഗോയും സെറ്റ് ചെയ്യും. വാക്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് വാഷ് ചെയ്തിട്ട് വരുന്ന സമയത്ത് വാഷ് ചെയ്തിട്ട് വാക്സ് ഇട്ടിട്ട് നമുക്കങ്ങനെ വണ്ടി ഡെലിവറി ചെയ്യാം. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രിൽ ഇതുപോലെ ആംബിയൻസ് ലൈറ്റ് വരുന്ന രീതിക്കാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ എക്സ്ട്രാ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാർ ലൈറ്റ്, മറ്റേ അടിയിൽ ഫ്ലാഷർ, അതുപോലെ എല്ലാം നമുക്ക് പാത്തുൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ എല്ലാ ലെവലും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു, പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈലക്സിൻ്റെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 360 ക്യാമറയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീലാർച്ച് ബീഡിങ് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. വൈറ്റ് ഇപ്പോൾ കിട്ടാനില്ല, തീരെ ഒരു പീസ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഒറിജിനൽ ബീഡിങ് തന്നെ ബ്ലാക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലേക്കാണ് ഇപ്പോൾ ഏകദേശം വണ്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ 3-4 വണ്ടി ഡെലിവറി കൊടുക്കാനുള്ള വണ്ടികളെല്ലാം ഈ BBSൻ്റെ ഈ ഒരു അലോയ് വീലാണ് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ യോക്കോഹാമയുടെ ടയറും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മഡ് ഫ്ലാപ്പും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ക്രോം വരുന്ന ടൈപ്പ് തന്നെ. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് സ്റ്റെപ്പിൻ്റെ താഴെ നമ്മൾ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹാൻഡിലുകളും നമ്മൾ ക്രോമാക്കി മാറ്റിയിട്ടുണ്ട്. ഹൈലക്സിൻ്റെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 360യുടെ ക്യാമറ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെഗോയുടെ ഒറിജിനൽ ആൻറ്റിന തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും അതുപോലെ തന്നെ മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ എല്ലാ വണ്ടിയിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാത്തൂടെ സ്റ്റൈൽ എങ്ങനെയാണോ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് എല്ലാ വണ്ടിയും ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇന്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറും നമ്മുടെ സെയിം വണ്ടിയുടെ അതേ ലെവലിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് ആണെങ്കിലും ശരി ഈ ഒരു എന്താ പറയുക ക്ലോത്തിലിട്ടിട്ട് റെഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പാത്തൂലും ഇതേ സെയിം തന്നെയാണ്. ആംബിയൻസ് ലൈറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 പീസിൻ്റെ ആംബിയൻസ് ലൈറ്റാണ് വരുന്നത്. ആ ആംബിയൻസ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ GR-ൻ്റെ സ്റ്റിയറിംഗ് വീല്, ഫോർച്യൂണറിൻ്റെ GR-ൻ്റെ സ്റ്റിയറിംഗ്, മറ്റേ ലാൻഡ് ക്രൂസർ അല്ല, ഫോർച്യൂണറിൻ്റെ GR സ്റ്റിയറിംഗ് വരുന്ന ആ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ കൺസോൾ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയിലും അത് തന്നെയാണ്, ബ്ലാക്ക് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ സൺറൂഫ് മാത്രം ഇതിനകത്തില്ല, ബാക്കി എല്ലാ സാധനവും ഞാൻ ഇതിനകത്ത് കംപ്ലീറ്റും കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബട്ടർഫ്ലൈ സീറ്റ് നമ്മുടെ സെയിം ലുക്കിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ടർഫ്ലൈ സീറ്റ്, അതുപോലെ അതേ കളർ ടൂൺ ടോപ്പായാലും ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും നമ്മുടെ അതേ ഒരു കളർ ടൂണ് തീം അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൊത്തത്തിൽ. അതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോണി ലെക്സിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വരുന്നത്. 360 സപ്പോർട്ടഡ് ആണ്. അതാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആമ്പും സബ്ബും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോണിയുടെ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് 2 ട്രോഡ് കൂടി വരുന്ന സ്പീക്കറാണ്. അത്യാവശ്യം ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ്. സൗണ്ട് കേൾക്കാനായിട്ട് സൗണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സബ് ഓഫ് ആക്കിയാലും നല്ല ബീറ്റ് ഇതിനകത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സോണിയുടെ സിസ്റ്റം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം അതേ ഫ്രണ്ടിലിരിക്കുന്ന അതേ സ്പീക്കർ സിസ്റ്റം തന്നെ നമ്മൾ ബാക്ക് റോയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് സീറ്റ് സിംഗിൾ സീറ്റാണ്, ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് ബട്ടർഫ്ലൈ സീറ്റ് തന്നെ ഇതിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ മൊത്തം സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൈറ്റും റൂഫ് ടോപ്പ് ലൈറ്റും നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് മാത്രം ആ ലൈൻ സീറ്റിൽ അങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പാത്തുവിൻ്റെ അതേ സെയിം ലുക്കാണ്. ഏകദേശം എല്ലാ വണ്ടികളും നമ്മൾ ചെറിയ മാറ്റങ്ങളെ വരുത്തുന്നുള്ളൂ. എല്ലാം നമ്മുടെ വണ്ടിയുടെ അതേ ഒരു സ്റ്റൈലിലേക്കാണ് വരുന്നത്. പിന്നെ സമയത്തിൻ്റെ കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കസ്റ്റമേഴ്സും ഒരുപാട് പേര് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ എത്ര സമയം. പക്ഷേ നമുക്ക് ഒരു വർക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിൽ കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം നല്ലോണം സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ ഡെലിവറിക്ക് പെയിൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടി അടക്കം 1 മാസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി ആക്കാൻ പറ്റുന്നത്. കാരണം ഓരോരോ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതും പർച്ചേസ് ചെയ്യുന്നതും കൊടുക്കുന്നതും പറഞ്ഞ പോലെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് മൊത്തത്തിൽ. അതുപോലെ അത്രയും എമൗണ്ട് ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സമയം ഡിലേ
വരുന്നത്. എല്ലാവരുടെ വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ തരാൻ നോക്കാം. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഇനിയിപ്പോൾ ഡെലിവറിക്ക് ഏകദേശം ഒരു 12-13 വണ്ടിയുണ്ട് ഈ മാസം കൊടുക്കേണ്ട വണ്ടികൾ. എല്ലാം ഞാൻ ഓരോ ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. എന്തായാലും നമ്മൾ പക്ക നീറ്റാക്കിയിട്ട് വണ്ടി ക്ലിയർ ആക്കിയിട്ട് വണ്ടി തരുള്ളൂ. ധൃതി പിടിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാണിച്ചിട്ട് വണ്ടി തരില്ല. എന്തായാലും പണി ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വണ്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ സ്കേർട്ട് ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിപ്പിൻ്റെ താഴെ നമ്മൾ റബ്ബർ ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ക്രോം ഫിനിഷിങ്ങും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ മെട്രിക്സ് ലൈറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ സൈലൻസർ, സിംഗിൾ ടിപ്പിൻ്റെ ഡബിൾ സൈലൻസർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ലിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിയർ വൈപ്പറും നമ്മൾ മാറ്റി ബീറ്റിൻ്റെ വൈപ്പർ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഡിക്കി ക്രോം ഒറിജിനൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുപോലെ ബാക്കിലേക്ക് വരുന്ന ക്യാമറ നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ബാക്കിൽ 360. പിന്നെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ്, നമ്പർ പ്ലേറ്റ് ഈ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ പാത്തുവിലുള്ള അതേ സ്റ്റൈൽ തന്നെയാണ് ഈ നമ്പർ പ്ലേറ്റ് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടൈലൈറ്റ്, റിഫ്ലക്ടർ എല്ലാം നമ്മൾ മാറ്റി ഒറിജിനൽ എല്ലാം തന്നെ ഒറിജിനൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിക്കി റിഫ്ലക്ടർ ആണെങ്കിലും ടൈലൈറ്റിനൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഓരോരോ പ്രാവശ്യം വരുന്ന ലോഡിലും വ്യത്യാസമുണ്ട് റേറ്റ്. ചിലപ്പോൾ ഇന്ന് 6400 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ലോഡിൽ ചിലപ്പോൾ 5800, 5700 അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ്. എന്താണെന്നറിയില്ല, സ്റ്റോക്ക് ഉള്ളത് അങ്ങനെ വരുന്നതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കിലും അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒറിജിനൽ തന്നെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കും പെൻഡിങ് ഉണ്ട്. നമുക്ക് ടൊയോട്ട ലോഗോ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പേര് എഴുതാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് എഴുതാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഡെലിവറി ഒരു പ്രത്യേകതരം ഡെലിവറിയാണ്. എന്തായാലും കാണാം, ഒരു സ്പെഷ്യൽ ഡെലിവറിയാണ്. അത് കസ്റ്റമർ റിക്വസ്റ്റുമാണ്. നമ്മളിനി കൊടുക്കുന്ന വണ്ടികളൊക്കെ ഈ ഒരു രീതിക്കായിരിക്കും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണാം. ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിൽ അവരെത്തും. ആ എത്തുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്തായാലും നമ്മുടെ നജീബ് കട വണ്ടി എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് ഡെലിവറി മൂഡിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ നജീബക്കയും നജീബക്കയുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട് വണ്ടി ഡെലിവറി എടുക്കാനായിട്ട്. എന്തായാലും നമുക്ക് വണ്ടി ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം. നമുക്ക് എന്തായാലും നജീബക്കാനെ വിളിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു റിവ്യൂ ചോദിക്കണം നജീബക്കാൻ്റെ അടുത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തോളം എൻ്റെ കയ്യിലിരുന്ന വണ്ടിയാണിത്. അവർ ഇട്ട് തന്നിട്ട് പോയതാണ്. പിന്നെ നോക്കാനോ പിടിക്കാനോ ഒന്നും വന്നില്ല. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നജീബക്കാൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. എന്തായാലും നജീബക്കാനെ വിളിച്ചിട്ട് നജീബക്കാനെയും ഫാമിലിയും വിളിച്ചിട്ട് നമുക്ക് കീ ഹാൻഡ്. എന്തായാലും നജീബക്കാവും ഫാമിലിയും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഹാപ്പി ആയിട്ട് വണ്ടി കീ ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് എന്തായാലും ഏകദേശം 1 വർഷത്തോളം എൻ്റെ കയ്യിൽ വണ്ടി വന്നിട്ട് ഈ രൂപത്തിലാക്കി കൊടുത്തത്. അപ്പോൾ നജീബക്കാനടുത്ത് തന്നെ ചോദിക്കുക, ഇടയിൽ ഒരു പ്രാവശ്യം കണ്ടാൽ മാത്രം വന്നെന്നുള്ളൂ അല്ലേ? 2 വട്ടം വന്നു. ബാക്കി ഫുള്ളും ഞാൻ തന്നെയാണ് നോക്കി ചെയ്ത. ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പാത്തുവിനെ പോലെ ആക്കി തരാനെന്ന് പറഞ്ഞു. മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുമുണ്ട്. നജീബക്കൊക്കെ എന്ത് തോന്നുന്നു വണ്ടി കണ്ടിട്ട്? ഫൈനലി ഹാപ്പിയാണ്. ഞാനൊന്നുമില്ല, ആദ്യം തന്നെ വന്ന് പറഞ്ഞത് പാത്തു എങ്ങനെയാണോ അതുപോലെ എനിക്ക് എൻ്റെ വണ്ടി വേണമെന്നാണ്. അതിനേറെ നന്നാക്കി നമുക്ക് ചെയ്തു തന്നു. സന്തോഷം, ഒരുപാട് നന്ദി. കാരണം ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് പോളീസ്, അത് നിറവേറ്റി. ഒക്കെ ബാക്കി വർക്കുകളെല്ലാം പക്കയാണ്, ഡീസൻ്റ് ആണ്, ഒന്നുമില്ല. സന്തോഷം, വളരെ സന്തോഷം. അതുകൊണ്ട്
ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും